ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മളുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും നാളും വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിന് കാരണമുണ്ട് കേട്ടോ. എൻ്റെ ലാസ്റ്റ് വീഡിയോ കാണുന്നവർക്കറിയാം, എനിക്ക് ആ ടൈമുകളിൽ സൗണ്ട് കുറവായിരുന്നു. സൗണ്ട് കുറവ് മീൻസ് നമ്മൾ ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം, ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ മീൻ നമ്മളുടെ വോക്കൽ കോഡിൽ ഓവർ സ്ട്രെസ്സ് കാരണം ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും 2 months വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ റെസ്റ്റ് എടുത്ത് ഇപ്പോൾ റിക്കവറായി വരുന്നുണ്ട് കേട്ടോ ഏകദേശമൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം, കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം നമ്മളുടെ ചാനലായിട്ട് ബാനായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സൗണ്ട് ഉണ്ട്, ഏകദേശം ക്ലിയർ ആയല്ലോ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചേലേങ്കര വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ 4 മണി ടൈമിലൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വാപ്പാക്ക് എങ്ങനെയും പുറത്ത് പോകുക എന്ന് പറയട്ടോ. ഞാനും ഐഷും അതുപോലെ നൗഫിക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും വെറുതെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയും പുറത്ത് പോകാറ്. നമ്മൾ ഡാമിൻ്റെ സൈഡ് അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ഇരുന്നപ്പോൾ വാപ്പ പറഞ്ഞു നമുക്ക് എങ്ങനെയും പോയാലോ എന്നുള്ളത്. നമ്മൾ ശിരുവാണി ഡാം ഉണ്ടല്ലോ നമ്മളുടെ കാഞ്ഞിരപ്പുഴ ബാക്കിൽ, ഔട്ട് സൈഡ് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയ കാഴ്ചയാണ് കേട്ടോ. കുറച്ച് വിശേഷങ്ങളാണ്, അധികമൊന്നുമില്ല. അവിടെ കുറച്ച് നമുക്ക് നമ്മളെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെന്ന് അറിയില്ല, നല്ല കോടയൊക്കെ മൂടി നമുക്ക് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് മനസ്സിന് തന്നെ ഒരു ആശ്വാസം തരുന്ന നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ലൊരു വൈബ് ആയിരുന്നു. പിന്നെ നമുക്ക് അവിടെ ട്രക്കിങ്ങിന് കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രക്കിങ്ങിൽ കയറാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങി അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ വാപ്പയും പിന്നെ നമ്മളും കൂടെ. അവിടെ താഴേക്ക് പോകുന്ന റോഡൊക്കെ കൺജസ്റ്റഡാണ്. നമുക്ക് അവിടെ നിന്നൊരു വണ്ടി വന്നാൽ ഇവിടെ സൈഡ് കൊടുക്കണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നല്ല, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല, നല്ല ട്രക്കിങ് അവിടെ ഉണ്ട് എന്നുള്ളത്, പക്ഷെ നമുക്കതിന് സാധിച്ചില്ല, ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ മക്കളെ കുറച്ച് ടൈം സൺറൂഫ് ഓപ്പൺ ചെയ്ത് അവരവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ അറിയാം, നമ്മളവിടെ കയറുമ്പോഴേ നല്ല കോട നമുക്ക് ഫീൽ ചെയ്യും, കോടയും അതുപോലെ നല്ല തണുത്ത കാറ്റ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, മനസ്സിനൊരു ആശ്വാസം. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് നമ്മളുടെ മൈൻഡ് ഒന്ന് റിക്കവർ ചെയ്യാൻ സഹായിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് അവിടെ കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അവിടെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്കുണ്ടല്ലോ കാഞ്ഞിരപ്പുഴ ഡാമിൽ അങ്ങനെയൊക്കെ പോയാൽ കുറച്ച് കഴിക്കാനും കാര്യങ്ങളും അങ്ങനെയുള്ളതൊന്നുമില്ല, മക്കൾക്കുള്ളതൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് പോയിന്ന് മാത്രം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് വാപ്പ നമുക്ക് ഷൂ റാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവർ ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഒരു 5 റാക്ക് വരുന്നതാണ് വാപ്പ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈറ്റിൽ കോഫി ബ്രൗണും വൈറ്റാണ് കളേഴ്സ് ഉണ്ടായിരുന്നത്. നമ്മൾ വൈറ്റാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ഫസ്റ്റ് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉമ്മ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഉമ്മാക്ക് പിന്നെ എപ്പോഴും എല്ലായിടും നീറ്റായിരിക്കണം. പിന്നെ നമ്മൾ ഈ റാക്കിൽ തന്നെ ഉമ്മ പറയുന്നത് ചെരുപ്പൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് വെച്ചാൽ മതി എന്നുള്ളതാണ്. അതിൽ വാപ്പ ചീത്ത പറയണം കേട്ടോ ഉമ്മാനെ. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി വന്ന പെട്ടെന്ന് നമുക്ക് ചെരുപ്പൊക്കെ സേഫ്റ്റിയിൽ വെക്കാം. നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിലൊരു റാക്ക് മീൻസ് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു, ആകെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ വാപ്പ ഓർഡർ ചെയ്ത് അവർ വന്ന് ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ പഴയ റാക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളുടെ വാപ്പാൻ്റെ ചെരുപ്പ് വെച്ച് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ടൈം തന്നെ വാപ്പാൻ്റെ ചെരുപ്പ് വെച്ചിട്ടുണ്ട്. നല്ലൊരു ലോക്കും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് നായകൾ പട്ടികളൊക്കെ ചെരുപ്പ് കടിക്കും എന്നുള്ള ടെൻഷനേ വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നാമത് നമ്മളുടെ വീടിൻ്റെ അവിടെ ഒരു വൃത്തി ഉണ്ടാവും കേട്ടോ. ചെരുപ്പ് ഇതിലും കിടക്കാണ്ട് ഇതിൽ തന്നെ സേഫ്റ്റി ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് വീടിനെ ഒരു വൃത്തി ഉണ്ടാവും കേട്ടോ. നമ്മൾ വീട്ടിൽ പോയാൽ ഐഷും ഞാനും കുട്ടികളൊക്കെ പോയാൽ ഒരുപാട് ചെരുപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ബോക്സ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് വാപ്പാൻ്റെ ചെരുപ്പൊക്കെ വെച്ച് ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോഫി ബ്രൗണും നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട്. പിന്നെ വാപ്പ വൈറ്റ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈറ്റ് നമ്മൾ സെലക്ട് ആക്കിയത്.
അപ്പോൾ പഴയ ഷൂ റാക്ക് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഉള്ള ചെരുപ്പൊക്കെ തിക്കും തിരക്കും ആക്കിയിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് വൃത്തിയിൽ ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് മാറ്റാമല്ലോ. അങ്ങനെ അതാ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിറയെ ചാമ്പങ്ങ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചാമ്പങ്ങ നമ്മളെ നാട്ടിൽ ചാമ്പങ്ങ എന്നാണ് പറയുക. പക്ഷേ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ചാമ്പങ്ങയിൽ നിറയെ പുഴുവായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ മഴ ചെറിയ ചാറ്റലും മഴയൊക്കെ ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. കാരണം പെട്ടെന്ന് ചാമ്പങ്ങയിൽ പുഴു വരും. കണ്ടാലോ നല്ല ഭംഗിയാണ്, നമുക്ക് കഴിക്കാൻ അത്ര പ്രിയം തോന്നും കേട്ടോ. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കണ്ടാൽ. അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.